7-ാമത്തെയും 9-ാമത്തെയും വചനം അൻസ്വാറുകളെയാണ് എടുത്തു പറയുന്നത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന അന്ത്യനാളിൽ നിലനിൽക്കുന്ന വിശ്വാസികൾക്ക് മുമ്പിൽ ഈ സംഭവം കൃത്യമായി നമ്മോട് ഓർമ്മപ്പെടുത്തുന്നു. والذين تبوأوا الإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. വിശുദ്ധ ഖുർആനാണ് ഈ ഓർമ്മപ്പെടുത്തുന്നത്. എന്താണ് ഈ പറയുന്നതിന്റെ താല്പര്യം? അൻസ്വാറുകളെ കുറിച്ചാണ് ഈ വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഈമാൻ രണ്ടാമതും വീടൊരിക്കൽ ഒന്നാമതുമായി ഖുർആൻ പരിചയപ്പെടുത്തുന്നു. വല്ലദീന തബവ്വഉൽ ഈമാന എന്നല്ല, വല്ലദീന തബവ്വഉദ് ദാർ, വീടുകൾ മുഴുവൻ തുടച്ച് വൃത്തിയാക്കി, വീടുകൾ മുഴുവൻ കൃത്യമായി അലങ്കരിച്ച് വീടൊരുക്കി കാത്തിരുന്നവരാണ്. വല്ലദീന തബവ്വഉദ് ദാർ, വീടൊരുക്കി കാത്തിരുന്നവരാണ് അൻസ്വാറുകൾ. ആർക്ക് വേണ്ടി? ഒരേ ഒരു മനുഷ്യന് വേണ്ടി, നബിയുനാ റസൂലുള്ളാഹി. പിന്നെയാണ് പറയുന്നത് വൽ ഈമാൻ, വിശ്വാസത്തെയും. വിശ്വാസമാണ് അടിസ്ഥാനമെങ്കിൽ പറയേണ്ടത് വല്ലദീന തബവ്വഉൽ ഈമാന വദ്ദാറ എന്നാണ്. അവിടെ വീടിനെയാണ് മുന്തിച്ചത്. കാരണം വീടിന്റെ അകത്ത് താമസിക്കുന്നത് വിശ്വഗുരു നബിയുനാ റസൂലുള്ളാഹി. ആ നബി തങ്ങളെ കണ്ടുകൊണ്ട് അൻസ്വാറുകൾ മദീനക്കാർ നേരത്തെ കണ്ടിട്ടില്ല. കാണുന്നതിന്റെ മുമ്പേ അവർ നബിക്ക് വേണ്ടി വീടൊരുക്കി അലങ്കരിച്ച് കാത്തിരുന്നു. വൽ ഈമാൻ, ആ നബിയുള്ള വിശ്വാസവും. യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, അവരിലേക്ക് ഹിജറ വരുന്ന നബിയോടുള്ള മഹബ്ബത്താണ് അവർ കാണിച്ചത്. ദിവസങ്ങളോളം അവർ ഈന്തപ്പഴ മരത്തിൽ ഈത്തപ്പനയുടെ മുകളിൽ കയറിയിരുന്നു എന്നാണ്. തോർത്തുമുണ്ട് പോലെയുള്ള അവരുടെ ഷിമാഹ് കൊണ്ട്, ഒരു തട്ടം കൊണ്ട് ഈത്തപ്പന മരം കൂട്ടി ഊരക്ക് കെട്ടി കാത്തിരുന്നു വീഴാതിരിക്കാൻ. പകൽ സമയം മുഴുവൻ കാത്ത് അന്ന് വരാതെ കണ്ടപ്പോ തിരിച്ചു വീട്ടിലേക്ക് പോയി. രണ്ടാമത്തെ ദിവസങ്ങളോളം ഈന്ത മരത്തിൽ കയറി നിൽക്കുകയാണ്. എന്തിനാണത്? എന്റെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് വേണം ആദ്യമായി നബിതങ്ങളെ കാണാൻ. കാണുന്നത് ഞാനായിരിക്കണം. എന്നിട്ടോ നബിതങ്ങൾ വരുന്നതിന്റെ മുമ്പ് പാട്ടി എഴുതി റെഡിയാക്കി വെച്ചു. ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാക്കിയതല്ല ഇതൊന്നും, വിശുദ്ധ ഖുർആനാണ്. വല്ലദീന തബവ്വഉ, ഒരുങ്ങി തയ്യാറായതാണ്. ദഫ് റെഡിയാക്കി വെച്ചു. എന്നിട്ട് ആദ്യമായി ഒരു മനുഷ്യനെ കാണുന്നതിന് മുമ്പ് പാട്ടുപാടി ത്വലഅൽ ബദ്റു അലൈനാ മിൻ ഫനിയാത്തിൽ വദാഇ വജബ ശുക്റു അലൈനാ മാ ദഅ ലില്ലാഹി ദാഇ അയ്യുഹൽ മബ്ഊസ് ഫീനാ ജിഅത ബിൽ അംറിൽ മുത്വാഇ ജിഅത ശറഫ്തൽ മദീന മർഹബാ യാ ഖൈറ ദാഇ. ആരാണ് ഈ പാട്ടുപാടി ആദ്യമായി ഈ ഉമ്മത്തിന് മദ്ഹിന്റെ കീർത്തന കാവ്യത്തിന്റെ പാഠം പഠിപ്പിച്ചത്? അൻസ്വാറുകളാണ്. നബിയുടെ കാലത്താണ്, നബിയുടെ കൂടെ നിന്നുകൊണ്ടാണ് പാട്ട് പാടുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, വിശ്വാസികൾ എന്ന പരിഗണന അവർക്ക് നൽകുന്നതിന് മുമ്പ് അവരുടെ വീടിനെ അള്ളാഹു ഹൈലൈറ്റ് ചെയ്തെടുത്ത് കാണിക്കാൻ കാരണം എന്തുകൊണ്ടാണ്? വീട് അലങ്കരിക്കലും മദ്രസ തോരണം കെട്ടലും ലൈറ്റ് അറേഞ്ച്മെന്റ് ചെയ്യലും ഇതൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ആ വിശ്വാസത്തിന്റെ ഭാഗമായി അൻസ്വാറുകൾ ചെയ്ത പ്രവണതയെ സ്നേഹമുണ്ടെങ്കിൽ അത് അവന്റെ ഉള്ളിലുള്ള ഈമാനിന്റെ ലക്ഷണമാണ്. ഈ ചെയ്യുന്നതിൽ അവനിക്ക് കാപഠ്യമാണ് ഉള്ളതെങ്കിൽ അതിന്റെ അടയാളം അൻസ്വാറുകളോടും അവർ ചെയ്ത പ്രവൃത്തിയോടുമുള്ള വിരോധവും കോപവുമാണെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞതിന്റെ താല്പര്യം, ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു പ്രവാചകൻ ഇല്ല. എന്തിനേറെ ഒരൊറ്റ മതമുണ്ട് ഉലകിന് ഉയരാം, സ്നേഹമതം നല്ലോ. പാരിതിലാകെ പാലമൃദൂട്ടും പാറുവണ ശശിബിംബമെന്ന് ONV കുറിപ്പ് വെറുതെ പറഞ്ഞതല്ല. ഈ ഉലകത്തിന് മുഴുവനും സ്നേഹമാണ് പുണ്യനബി സമ്മാനിച്ചിട്ടുള്ളത്. ലോകമാകെ സമ്മാനിച്ചത് പ്രവാചകരുടെ സ്നേഹം മാത്രമാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, കരുണ ചെയ്യുന്നവൻ എന്നല്ല ആ പദത്തിന്റെ അർത്ഥം. നിങ്ങൾ കരുണ ചെയ്യുന്നവൻ എന്നല്ല, നിങ്ങൾ തന്നെ, ആ ശരീരം തന്നെ മൊത്തത്തിൽ കരുണയാണ്. വമാ അർസൽനാക ഇല്ലാ റാഹിമൻ എന്നല്ല, വമാ അർസൽനാക റഹ്മത്തൻ ക്രിയാധാതുവാണ്. നിങ്ങൾ തന്നെ കരുണയാണ്, ആ ശരീരം മുഴുവനും കരുണയാണ്. അതുകൊണ്ടാ പറഞ്ഞത് ഒരൊറ്റ മതമുണ്ട് ഉലകിന് ഉയരാം, സ്നേഹമതൊന്നല്ലോ. പാരിതിലാകെ പാലമൃദൂട്ടും പാറുവണ ശശിബിംബം എന്ന് അവസാനിപ്പിക്കുന്നു. മഹാനാകുന്ന അല്ലാമ ഇഖ്ബാൽ സാഹിബ് തന്റെ പേർഷ്യൻ കവിതയിൽ ഒരു വരി കുറിച്ചിട്ടത് കാണാൻ കഴിയും.
डर जहन से हुस्न യൂസുഫ് കസ്നദീദ് ഹുസ്ന ആന്ധാർ റദ്ക യൂസുഫ് ആഫരീദ് എന്നാണ്. അഥവാ കണ്ടില്ല ഞാനങ്ങു ലോകത്തിലെങ്ങുമേ യൂസുഫിൻ സൗന്ദര്യം പോലതൊന്ന് കണ്ടില്ല, പക്ഷേ ഒന്നോർക്കണം യൂസുഫിൻ സൃഷ്ടാവിൻ സൗന്ദര്യം എത്രയെന്ന. കാരണം ഇക്ബാൽ സാഹിബ പറഞ്ഞതിന്റെ പൊരുൾ എന്താണെന്നറിയോ? ലോകത്ത് പ്രവാചകരുടെ സൗന്ദര്യത്തിന്റെ നേർപ്പാതി കൊണ്ട് ഭംഗി കൊണ്ട് അലങ്കരിക്കപ്പെട്ട പ്രവാചകനാണ് സയ്യിദുന യൂസുഫ് നബി അലൈഹിസ്സലാം. ആ യൂസുഫ് നബിയുടെ ഭംഗിൽ ആകൃഷ്ടരായി തന്റെ കൈവിരൽ പഴം മുറിക്കുന്നതിന്റെ ഇടയിൽ യൂസുഫ് നബിയിലേക്ക് അവർ അലിഞ്ഞു ചേർന്നപ്പോ അവർ സ്വയം ശരീരത്തിൽ മതിമറന്ന് വിസ്മൃതരായപ്പോ കയ്യിലുള്ള കത്തിയുടെ മൂർച്ച മറന്നുപോയി അവർ യൂസുഫ് നബിയുടെ സൗന്ദര്യത്തിൽ അവർ അതിരമിച്ചു പോയെങ്കിൽ മഹദിയാകുന്ന ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ഇതെടുത്ത് കാണിച്ചുകൊണ്ട് പറഞ്ഞു, എങ്കിൽ എന്റെ പ്രിയപ്പെട്ട നബിയുടെ നെറ്റിത്തടത്തിന്റെ ആ വട്ടമുഖത്തെളിയൊത്ത ചന്ദ്രമുഖമുത്തിരിക്കുന്ന മുത്തിലും മുത്തായ മുത്തൊളി ത്വാഹ റസൂലുള്ളാഹിയുടെ മുഖത്തിന്റെ വലത്തെ നെറ്റിത്തടത്തിൽ കൺപുരികത്തിന്റെ മുകളിലുള്ള ആ ഒരു ഭംഗിയെങ്കിലും യൂസുഫിനെ കണ്ട കൈവിരൽ മുറിച്ചിരിക്കുന്ന സ്ത്രീകൾ കണ്ടിരുന്നുവെങ്കിൽ നെഞ്ചിന്റെ ഉള്ളിലേക്ക് കടാര കുത്തിയിറക്കിയാൽ പോലും ആ പ്രവാചകരിൽ അവരെ മതിമറന്നുകൊണ്ട് കയ്യിൽ മാത്രമല്ല കരള് പോലും പറിച്ചാൽ അവർ അറിയില്ല എന്നാണ്. അത് തന്നെയാണ് ഇക്ബാൽ സാഹിബ് ഓർമ്മപ്പെടുത്തിയത്. ഞാൻ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ കാണിക്കുന്ന ഈ ലക്ഷണം ഉള്ളിലുള്ള വിശ്വാസത്തിന്റെ ചാഞ്ചല്യമല്ല, വിശ്വാസത്തിന്റെ ലക്ഷണമാണ്. ഇതിനോടുള്ള സ്നേഹം, ഈ ഒരു പരിശുദ്ധമായ മജ്‌ലിസിനോടുള്ള ബഹുമതി നമ്മളൊക്കെ സൗഹൃദമായ കൂട്ടായ്മയിലൂടെ വർഷങ്ങളായി നിലനിൽക്കുകയും നമ്മളൊക്കെ പഠിച്ചിറങ്ങിപ്പോയ പാട്ടുകൊണ്ടും പ്രസംഗം കൊണ്ടും കഥാപ്രസംഗം കൊണ്ടും ഈ മദ്രസയുടെ തിരുമുറ്റത്തിൽ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് പലതും അവതരിപ്പിച്ച ഓർമ്മകൾ ഇന്നും മനസ്സിൽ മിന്നുകയാണ്, മായാതെ കിടക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സ നമ്മുടെ മക്കളുടെ ഈ പരിപാടി കണ്ടാസ്വദിക്കാൻ സന്തോഷിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ദീർഘിച്ചെങ്കിൽ സദയം ക്ഷമിക്കണേയെന്നും എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.